1854 ചാൾസ് ഡാർവിൻ പരിണാമ സിദ്ധാന്തം എഴുതിയുണ്ടാക്കിയത്. ചാൾസ് ഡാർവിൻ പരിണാമ സിദ്ധാന്തം എഴുതിയുണ്ടാക്കുന്നതിന് 4000 വർഷങ്ങൾക്ക് മുമ്പ് വേദവ്യാസൻ പരിണാമ സിദ്ധാന്തം കറക്റ്റായി ശ്രീമദ് ഭാഗവതത്തിൽ പറയുകയാണ്. ചാൾസ് ഡാർവിൻ പറഞ്ഞു, ആദ്യം ഈ മനുഷ്യൻ ജീവൻ ഉണ്ടായത് കടലിലാണ്, മത്സ്യമായിട്ടാണ്. ദശാവതാരത്തിലെ 1ാമത്തെ അവതാരം മത്സ്യാവതാരം. പിന്നെ കടലിലും ജീവിക്കുന്ന ജീവനുണ്ടായി, ആംഫിബിയൻസ്. അതാണ് ഭഗവാൻ 2ാമത്തെ അവതാരം, കൂർമാവതാരം, ആമ. വെള്ളത്തിലും ജീവിക്കും. നിങ്ങൾ എന്തൊരു വിടലാണ് എൻ്റെ ബാബുവേട്ടാ. ഒന്നുമില്ലെങ്കിൽ നിങ്ങളൊരു സംസ്ഥാനത്തിൻ്റെ DGP ഒക്കെ ആയിരുന്ന ആളല്ലേ എൻ്റെ സാറേ. ഇങ്ങനെ തള്ളാൻ പാടുണ്ട. എന്തൊരു വിടലാണ് ഇങ്ങനെ വിടുന്നത്. അതായത് പരിണാമം ഭാഗവതത്തിൽ ഉണ്ടായിരുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ തള്ളുമ്പോൾ നമുക്ക് പരിണാമത്തിൻ്റെ ABCD പോലും അറിയില്ല എന്നുള്ളതാണ് നമ്മൾ അതിന് മനസ്സിലാക്കുന്നത്. അതായത് ഭൂമിയിൽ ആദ്യമായിട്ട് ജീവൻ ഉണ്ടായത് കടലിലാണെന്ന് പറയുന്നതാണ് പരിണാമം. ചാൾസ് ഡാർവിൻ പരിണാമം എഴുതിയപ്പോൾ എഴുതി വെച്ചു ഭൂമിയിൽ ആദ്യമായിട്ട് ജീവൻ കടലിലുണ്ടായത്. ഈ ഭൂമിയിൽ ആദ്യമായിട്ട് ജീവൻ ഉണ്ടായ കാര്യം പറയുന്നത് പരിണാമത്തിലേ അല്ല, അത് വേറെ വിഷയമാണ്. അത് കെമിസ്ട്രിയാണ്. ഈ ജീവൻ എങ്ങനെ ഉണ്ടായി എന്നുള്ളത് ജീവൻ്റെ ഉത്ഭവം എന്ന് പറയുന്നത് കെമിസ്ട്രിയിലുള്ളൊരു വിഷയമാണ്. പരിണാമം എന്ന് പറഞ്ഞാൽ ബയോളജിയിലുള്ളൊരു വിഷയമാണ്. അതെന്താണ് പറയുന്നത്, അത് ഉണ്ടായ ജീവൻ എങ്ങനെ പരിണമിച്ച് വ്യത്യസ്ത ജീവികൾ, ഭൂമുഖത്ത് വ്യത്യസ്ത രൂപത്തിലുള്ള ജീവികൾ ഉണ്ടായി എന്ന്.